പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ വായു കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതിനെയാണ് വദനസുരതം അല്ലെങ്കിൽ ഓറൽ സെക്സ് എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിന് മുൻപായി, അതായത് ഫോർപ്ലേയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഓറൽ സെക്സ്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലും സ്വാവർഗ രീതിയിലും എല്ലാം തന്നെ ഓറൽ സെക്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. വദനം എന്ന് പറയുമ്പോൾ ചുണ്ടുകളോ നാവോ തൊണ്ടയോ പല്ലുകളോ ഇവയെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നു. യോനിപാനമെന്നും ലിംഗപാനമെന്നും ഓറൽ സെക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായിട്ടോ, അതായത് ഫോർപ്ലേയിലോ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോ ഇടയിലോ ഒക്കെ തന്നെയും വദനസുരതം ആസ്വദിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും ഓറൽ സെക്സ് എന്ന് പറയുമ്പോൾ അയ്യേ എന്നൊരു മനോഭാവമാണ്. അപ്പോൾ ഈ ഒരു മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. അപ്പോൾ ഓറൽ സെക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓറൽ സെക്സ് ചെയ്യാനുള്ള ഒരു അറപ്പ് അല്ലെങ്കിൽ ആ മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വദനസുരതം ചെയ്യുക അല്ലെങ്കിൽ ഓറൽ സെക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ വായ കൊണ്ട് മാത്രം ചെയ്യുക എന്നതല്ല. ചുണ്ട്, നാവ്, തൊണ്ട, പല്ലുകൾ ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് ലൈംഗികതയ്ക്ക് പൂർണ്ണമായിട്ടും ഒരു ആസ്വാദ്യത ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ പല്ലുകൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ പല്ല് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കടിച്ചു പറിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നതൊന്നുമല്ല അർത്ഥം. വളരെ പതുക്കെ സാവധാനത്തിൽ പല്ലുകൾ ഉപയോഗിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായിട്ട് ഫോർപ്ലേ ചെയ്യും എന്നതുപോലെ തന്നെ ഓറൽ സെക്സ് ചെയ്യാനാണ് ദമ്പതികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ടും അതിനൊരു ഫോർപ്ലേ വേണ്ടത് തന്നെയാണ്. ഓറൽ സെക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫോർപ്ലേ ആയിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഓറൽ സെക്സ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടും അതിനും ഒരു ഫോർപ്ലേ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഓറൽ സെക്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫോർപ്ലേയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓറൽ സെക്സിന് മുന്നോടിയായിട്ട് ചെവി, കഴുത്ത്, മാറിടം, പൂക്കൾ, തുടകൾ തുടങ്ങി കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഇത്തരത്തിൽ ചുണ്ടും നാവും ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കാവുന്നതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ശാരീരിക ഉത്തേജനം അതീവ സുഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്തതിനു ശേഷം ഓറൽ സെക്സിൽ ഏർപ്പെടുന്നത് കുറച്ചും കൂടി ആസ്വാദനം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഓറൽ സെക്സിനോടുള്ള ഒരു അറപ്പ് അതല്ലെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ഒരു മടി മാറുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതും അതേപോലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് വൃത്തി. ലൈംഗിക അവയവങ്ങളുടെ വൃത്തി മാത്രമല്ല, നമ്മുടെ ശാരീരികമായിട്ടുള്ള മുഴുവൻ വൃത്തി ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. ഇപ്പൊ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരത്തില് ഓറൽ സെക്സ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള താല്പര്യവും അതേപോലെ ലൈംഗികതയോടുള്ള താല്പര്യം കുറയുന്നതിനും കാരണമാകും. ഇനി ലൈംഗിക അവയവങ്ങളിലെ വൃത്തിക്കുറവ് വദനസുരതം അല്ലെങ്കിൽ ഓറൽ സെക്സ് ചെയ്യുന്നതിന് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് വൃത്തിയുടെ കാര്യം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളെ, രോമങ്ങള് കൃത്യമായി വെട്ടി നിർത്തുന്നത് പോലും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വദനസുരതം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ പല്ലുകൾ കൊണ്ട് കടിക്കുന്നത് ഇതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വദനസുരതം ചെയ്യുന്നതിനിടയിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും താല്പര്യക്കുറവ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. വദനസുരതത്തോട് മാത്രമല്ല ലൈംഗികതയോട് തന്നെ അറപ്പും മടിയും ഒക്കെ തുടക്കകാലത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു മടിയുണ്ട്, അറപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള വ്യക്തികളാണ് അല്ല അങ്ങനെയുള്ള ദമ്പതികളാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങൾ ഓറൽ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഉത്തേജനം നൽകുകയും വൃത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നേരിട്ട് ഓറൽ സെക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലായ്പ്പോഴും ഫോർപ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഓറൽ സെക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു അറപ്പ് മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓറൽ സെക്സിന് മുമ്പ് എങ്ങനെയാണ് ഫോർപ്ലേ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെവി മുതൽ നമ്മുടെ കാൽപാദം വരെയുള്ള ഭാഗങ്ങളെ നമ്മുടെ ചുണ്ടും നാക്കും ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് ഓറൽ സെക്സിന് മുമ്പുള്ള ഫോർപ്ലേ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മടി മാറ്റുവാൻ അല്ലെങ്കിൽ അറപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കോണ്ടം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ വദനസുരതം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഗന്ധവും രുചിയും ഒക്കെ ഉള്ള കോണ്ടം നമുക്ക് അവൈലബിൾ ആണ്. ബനാന, ചോക്ലേറ്റ്, സ്ട്രോബെറി, വാനില, അതേപോലെ തന്നെ ഹണി, ഇത്തരത്തിലെ രുചിയും മണവുമുള്ള ഗർഭനിരോധന ഉറകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും. അത് മാത്രമല്ല നമുക്ക് ലൈംഗികപരമായിട്ട് പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുക തന്നെ ചെയ്യും. അപ്പൊ തുടക്കക്കാർ ഇത്തരത്തിലുള്ള ഗർഭനിരോധന ഉറകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശുക്ലവും മറ്റ് ദ്രവ്യങ്ങളൊന്നും നമ്മുടെ പങ്കാളിയുടെ വായിൽ പോകാതിരിക്കുന്നതിനൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു അറപ്പ് മാറ്റി പൂർണ്ണമായിട്ടും ഇത് ആസ്വദിക്കാൻ പങ്കാളിയെയും സഹായിക്കുന്നതാണ്.
ആദ്യമായി വചനസുരതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പങ്കാളികളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുമിച്ച് ഒരേ സമയം വചനസുരതം ചെയ്യാൻ ശ്രമിക്കുക. അതായത് 69 എന്ന പൊസിഷൻ നിങ്ങൾ ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പങ്കാളികൾക്ക് ഒരേ സമയം ഉത്തേജനം നേടുവാനും നൽകുവാനും സാധിക്കുന്ന ഒരു പൊസിഷനാണ് 69 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും ലൈംഗിക അവയവങ്ങളെ വൃത്തിയാക്കാനുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടുള്ളതല്ല. ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളെ കഴുകുന്നത് ആ ഭാഗത്തെ ശുചിത്വം നിലനിർത്തുന്നതിന് സഹായിക്കുക തന്നെ ചെയ്യും. നമുക്ക് വീര്യം കുറഞ്ഞ സോപ്പും മറ്റും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. ഓറൽ സെക്സ് എന്ന് പറയുന്നത് ലിംഗയോനി സമ്പർക്കത്തിനേക്കാൾ കൂടുതലായിട്ടും പങ്കാളികൾക്ക് ഒരുപോലെ ആസ്വാദനം അല്ലെങ്കിൽ ഉത്തേജനം നൽകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, ഓറൽ സെക്സ് ഫോർപ്ലേയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനരഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധം സാധ്യമാകുകയും ചെയ്യും. എന്നാൽ ഓറൽ സെക്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാ ദമ്പതികളും ചെയ്തിരിക്കണമെന്നില്ല. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടത്തിന് തന്നെയായിരിക്കണം പൂർണ്ണമായിട്ടും പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.